സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. പ്രോഗ്രാം മായിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട് എന്നാണ് പറയുന്നത്. ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കത്ത് അയക്കുന്നത്. അദ്ദേഹം സർക്കാർ സർവീസിലാണ്. ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ കാരണം ലീവ് എടുക്കേണ്ടി വരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷനെയും ബാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി, പ്രൊമോഷൻ, ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ അറിയണം. എന്താണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീവും മെഡിക്കൽ ലീവും ക്യാഷ്വൽ ലീവും ഒന്നും എടുക്കാതെ ജോലി ചെയ്താൽ തന്നെ ഇപ്പം ശമ്പളത്തിന് പരുങ്ങലും പ്രൊമോഷന് പരുങ്ങലും സാമ്പത്തിക ക്ഷീണവും അതുപോലെ തന്നെ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തു നിന്നാണ് ലോഡ് കൂടുതലാണ്. കണ്ടമാനായിട്ട് മൃഗീയമായിട്ട് പണിയെടുപ്പിക്കുക. തൊഴിലാളികളോടൊരു സ്നേഹമില്ല. മറുഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെത്ര ജോലി ചെയ്ത് കഴിഞ്ഞെന്നാലും മുതലാളിക്ക് ഗുണമില്ല എന്നുള്ളൊരു രീതിയിൽ അവർ പറയും. എന്തായിരുന്നാലും എത്ര തൊഴിൽ ചെയ്ത് കഴിഞ്ഞെന്നാലും തൃപ്തികരമല്ലാത്തൊരവസ്ഥയിലേക്കും ജോലി ചെയ്യിപ്പിക്കുന്നവർക്കൊരു തൃപ്തികരമല്ലാത്തൊരവസ്ഥയിലേക്ക് മുതലാളി വർഗത്തിനും ഒക്കെ വന്നിരിക്കുന്നൊരു പ്രത്യേക കാലഘട്ടമാണ്. ഇനി അതിൻ്റെ ജ്യോതിഷപരമായ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആരോഗ്യം പൊതുവെ മോശമായി ഇരിക്കുന്ന ഒരു സമയമാണ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക മേടരാശി. കാരണം ഈ രാശിക്കാർക്ക് ഇവർ ചുമ്മാ ഇരിക്കുന്നവരല്ല. ജ്യോതിഷചക്രത്തിലെ ആദ്യത്തെ രാശിയാണ് മേടം. ആട് കുതിര പോലെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ആട് താഴെ നിൽക്കുകയല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞ് മുകളിലോട്ട് ചാടിക്കയറും. അതുപോലെ കുതിരയും ചുമ്മാ നിൽക്കത്തില്ല. ഒരു 10 സ്റ്റെപ്പേ പോകുന്നില്ല, ചാടി അക്ഷീണ പരിശ്രമശാലിയാണ്. ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. നല്ല കുതിപ്പുള്ളവരാണ് അശ്വതിക്കാരും ഭരണിക്കാരും കാർത്തികക്കാരും. പക്ഷേ എന്നാ കുതിപ്പുണ്ടെങ്കിലും കാലം മോശമാണെങ്കിൽ എന്തു ചെയ്യും? മുടന്തി നടക്കേണ്ടി വരും. ഏഴരശനി തുടങ്ങി, 1.5 കൊല്ലത്തേക്ക്. ആ ഏഴരശനി അങ്ങോട്ട് തുടങ്ങി ആ തുടക്കവും മധ്യഭാഗവും അവസാനവും നമുക്കറിയാം. ഇടിയും മഴയുള്ള കാലഘട്ടത്തിങ്കിൽ 3 വെള്ളിടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങി നടക്കാം, പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ അടങ്ങിയിരിക്കുന്നിടത്തേക്ക് സ്പാർക്കിങ് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ 3 പെട്ടെന്ന് വെട്ടും, ശക്തി കൂടും. ഇരുമ്പ്, ഉരുക്ക് ഇങ്ങനെയുള്ള സംഗതികളിലേക്കും സ്റ്റീൽ അതുപോലുള്ള സ്വർണം മുതലായതിലേക്കും പെട്ടെന്ന് ആകർഷിക്കപ്പെടും ലൈറ്റ്നിങ്. അതുപോലെ തന്നെ 3 ഇടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അംശങ്ങൾ കുറയുന്നത് കൊണ്ടായിരിക്കണം 4ാമത് ഇടി വെട്ടുമ്പോൾ നമുക്ക് ഇറങ്ങി നടക്കാൻ പേടിക്കണ്ട എന്ന് പഴമക്കാർ പറയുന്നു. കുറച്ച് പിൽക്കാലങ്ങളിൽ അതിൻ്റെ സയൻറ്റിഫിക്കൽ മെത്തേഡും കുറേയൊക്കെ ശരി എന്ന് കണ്ടു എടുക്കുന്ന കാലം വരും. ഈ ഏഴരശനിയും അതുപോലെ തന്നെയാണ്. തുടക്കത്തിൽ ആരോഗ്യം പ്രധാനമായിട്ട് ബാധിക്കും. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കലായ ശരീരത്തെ, മനസ്സിനെയും ബാധിക്കും. മനസ്സിനെ ബാധിക്കുന്നതും വലിയ വിഷമമാണ്. അതോടൊപ്പം ആ ഏഴരശനി പോകുന്നത് ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി, അതായത് മുടന്തൻ ശനി എന്നാണ് പറയുന്നത്. 10 ദിവസമെങ്കിലും വെച്ച് കെട്ടി മുടച്ച് നടക്കും. അപ്പോൾ അങ്ങനെ ഒടിവും ചതവും മുറിവും പൊള്ളലും ചിലർക്ക് വരും. ചിലർക്ക് അതല്ലാതെ തന്നെ ഈ രക്തം, അതായത് ഹീമോഗ്ലോബിൻ, ചുവന്ന രക്താണുക്കൾ കുറഞ്ഞ് വെള്ള രക്താണുക്കൾ കൂടി കൂടുതൽ തളർച്ച, ക്ഷീണം, ഉഷ്ണരോഗങ്ങൾ, അതുപോലെ തന്നെ അസ്ഥിരോഗങ്ങൾ, ഞരമ്പ് രോഗങ്ങൾ, രക്തരോഗങ്ങൾ, രക്തവാതം. ഇത് കൂടാതെ തന്നെ ഈ കൂടുതലായിട്ട് ഹൈപ്പർ ഡിപ്രഷൻ, ആൻസൈറ്റി ഇതൊക്കെ കൂടുന്ന കുടുംബ വിഷയങ്ങളും വരും. അതിൻ്റെ കാരണം വ്യാഴഗ്രഹം നമുക്ക് ഈ 2025 ഈ രാശിക്കാർക്ക്, നമുക്കെന്ന് പറഞ്ഞു 26 ജൂൺ വരെ 3ാം ഭാവത്തിൽ നിൽക്കുകയാണ്.
മുടിഞ്ഞു വാഴും മാനം പോവും മുഖവിളി കൂട്ടും മരണം കേൾക്കും മാതൃവഴി പിതൃവഴി മാതുല വഴി മക്കൾ മരുമക്കൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അവർക്കൊക്കെ ഒരു നാശം ദുഃഖം ദുരിതം വരിക. അച്ഛൻ അമ്മ അമ്മാവൻ അമ്മായിഷൻ അമ്മായിയമ്മ അളിയന്മാർ സഹോദരങ്ങൾ മക്കൾ മരുമക്കൾ അധികാരികൾ സഹപ്രവർത്തകർ എന്നിവർക്കൊക്കെ രോഗമോ ദുരിതമോ ഒക്കെ വന്നിട്ട് അതിൻ്റെ ക്ലേശം ഉത്തരവാദിത്വം ഒക്കെ അനുഭവിക്കുക. അത് ഒരു കുടുംബത്തിൻ്റെ നാഥനാവുമ്പോൾ ഈ ടെൻഷനും കൂടെ ഇതിൻ്റെ കൂടെ വരും. അവരുണ്ടാക്കി വെച്ച കടം, അവരുടെ ബാധ്യതകൾ, നൂറുകണക്കിന് ബാധ്യതകളാണ്. ദ്രവ്യപ്രാധാന്യമായ ഈ നൂറ്റാണ്ട്, അതായത് രാവിലെ എഴുന്നേക്കുന്നിടം മുതൽ കിടന്നുറങ്ങുന്നിടം വരെ പണത്തിന് വേണ്ടി ഒത്തിരി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് എല്ലാത്തിനും. അങ്ങനെ വരുമ്പോൾ ഈ ബാധ്യതകളെല്ലാം കൂടെ ഏറ്റെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒന്നാമത്തെ രോഗിയാണ് ഏഴരശനി, രണ്ടാമത് ഇദ്ദേഹത്തിന് 3-ൽ വ്യാഴവും കൂടിയാണ്. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകാതിരുന്ന് കഴിയുമ്പോൾ അവിടെ ജോലിയിൽ പ്രൊമോഷൻ തടസ്സപ്പെടുത്തും, ശമ്പളക്കൂടുതൽ തടസ്സപ്പെടുത്തും. അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒക്കത്തില്ല. വേറെ പിള്ളേരൊക്കെ ഇവിടെ ചെറുപ്പക്കാർ പിള്ളേർ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ തന്നെയും താങ്കൾ വയസ്സായ പോലെയാണ് പെരുമാറുന്നത്, ഇനിയിപ്പോൾ കട്ട് ചെയ്യേണ്ട സമയമായി എന്ന് പറയുക. ഇതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേനും വാടിത്തളർന്നു പോവുക. ഡിപ്രഷൻ, ആൻസൈറ്റീസ്, ഇതെല്ലാം ഈ 2 ഗ്രഹങ്ങൾ, 2 പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങൾ വിപരീതമായി ഈ രാശിക്കാർക്ക്. അതുകൊണ്ട് വ്യാഴത്തിനെയും ശനിയെയും പ്രേരിപ്പിക്കുന്ന ശക്തിയുക്തമായ പ്രാർത്ഥനകൾ, കർമ്മങ്ങൾ, വഴിപാടുകൾ, പ്രയത്നങ്ങൾ കൂലങ്കഷമായി ചിന്തിക്കുക, ഉണർന്ന് പ്രവർത്തിക്കുക. ആ ജോലി സ്ഥലത്ത് എന്തെല്ലാം മേലായികയുണ്ടെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ജോലി സ്ഥലത്ത് അപ്രീതി വരുത്താതിരിക്കുക. അതുപോലെ രോഗമൊന്നുമില്ലാന്ന് സ്വയം മനസ്സുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കത്തക്ക തലങ്ങളിലേക്ക് നമ്മുടെ ബുദ്ധിയും യുക്തിയും എല്ലാം പ്രവർത്തിക്കുക. ഒത്തിരി വഴിപാടുകളും പ്രതിവിധികളും ഉണ്ട്. ഈ പ്രേക്ഷകരെ ഇതും പ്രകാരം അനുഭവത്തിലുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. അതിൻ്റെ പ്രതിവിധികൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് പ്രതിവിധികൾ. നമുക്ക് വിസ്താര ഭയത്താൽ ഈ 6 മിനിറ്റ് കൊണ്ട് പറയപ്പെടാവുന്ന കാര്യങ്ങളല്ല. ഏതായാലും ഈ 2 ഗ്രഹങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ വിവിധ തുറകളിൽ നിൽക്കുന്ന, വിവിധ മാർഗങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികക്കാർ, നൂറുകണക്കിന് കാര്യങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളാണ്. കോണ്ടാക്ട് ചെയ്യുക. ഈ പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്.